നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 12 വയസ്സുള്ള പെൺകുട്ടിയെയും കൊണ്ടാണ് മാതാപിതാക്കൾ വന്നത്. ഈ കുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ അസ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ വരുന്നു. ഈ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് വലിയ വെപ്രാളമാണ്. അത് കഴിയുമ്പോൾ കരഞ്ഞു പോകുന്നു. ആ കരച്ചിൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്നു. പിന്നീട് അവൾ ഭക്ഷണം കഴിക്കില്ല, രാത്രി ഉറങ്ങില്ല, പിറ്റേന്ന് സ്കൂളിൽ പോകില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. കഴിഞ്ഞ 2 കൊല്ലത്തോളമായി ഇത് എന്ന് പറയും. പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, പക്ഷേ എന്നിട്ടൊന്നും ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി പറയുന്നത്, എവിടെയെങ്കിലും മുട്ടുസൂചി അല്ലെങ്കിൽ സേഫ്റ്റി പിൻ ഇങ്ങനെയുള്ള ചെറിയ മെറ്റൽ സാധനങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഇവൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരികയാണ്, ഞാൻ ആ മുട്ടുസൂചി വിഴുങ്ങിയിട്ടുണ്ടോ, എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആ മുട്ടുസൂചി പോയിട്ടുണ്ടോ, ആ സേഫ്റ്റി പിൻ എൻ്റെ തൊണ്ടയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു പേടി വരികയാണ്. അവൾ അതിനടുത്തുപോലും പോയിട്ടുണ്ടാവില്ല, അത് കൈകൊണ്ട് പോലും അതിനെ തൊട്ടിട്ടുണ്ടാവില്ല. എന്നാലും ഇത് വിഴുങ്ങിയിട്ടുണ്ടോ, അത് കാറ്റടിച്ചപ്പോൾ എൻ്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചില പേടികൾ വരും. ഈ പേടി വന്നു കഴിയുമ്പോൾ അവൾക്ക് ഭയങ്കര വെപ്രാളം, ശ്വാസം കിട്ടാതെ വരും, നെഞ്ചിടിപ്പ് കൂടും, തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്ന പോലെ തോന്നും, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ വരും, പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്ന പോലെ വരും, എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് അങ്ങ് ഇരിക്കേണ്ട ഒരു അവസ്ഥ തന്നെ വരും. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തോന്നിയതാണ്. ഒരു സിനിമ എന്തോ കണ്ടു. ആ സിനിമയിൽ മുട്ടുസൂചി പോലെയുള്ള എന്തോ ഒരു സാധനം ഒരാൾ വിഴുങ്ങുന്ന ഒരു രംഗം എന്തോ കാണാനിടയായി. ഒരു ഇംഗ്ലീഷ് സിനിമ എന്തോ ആണത്രേ. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഈ ഒരു പ്രശ്നം വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ അതിനടുത്ത് പോലും പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിൻ്റെ ശരീരത്തിലേക്ക് അത് പോവുക? അത് പോയിട്ടില്ലെന്നറിയാം, പക്ഷേ എന്നാലും ഈ കാറ്റ് വല്ലതും അടിച്ചു വരുമ്പോൾ അതിങ്ങനെ അകത്തേക്ക് വന്നാലോ എന്നൊക്കെയുള്ളൊരു വല്ലാത്ത പേടിയാണ്. ആ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇവിടെ ഓർക്കുക, ഒരു മുട്ടുസൂചി പോലത്തെ സംഗതി വിഴുങ്ങിയോ എന്ന ഒരു സംശയം, അത്തരം ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നു. ആ ചിന്ത വന്നു കഴിയുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠയും അസ്വസ്ഥതയും വരികയാണ്. അങ്ങനെ താൻ ചെയ്തിട്ടില്ല എന്ന കുട്ടിക്ക് അറിയാം, ഉറപ്പുണ്ട്, മുട്ടുസൂചി അകത്തേക്ക് പോയിട്ടുണ്ടാകും, വഴിയില്ലെന്നറിയാം. എന്നാലും ഒരു ചെറിയ സംശയം, ആ സംശയം വരുന്നതോടെ വല്ലാത്ത വെപ്രാളവും വരുന്നു. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തു കുറയുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ തെറ്റായ അസ്വസ്ഥതയുണ്ടാക്കുന്ന അസ്വാഭാവികമായ ചിന്തകൾ മനസ്സിലേക്ക് ആവർത്തിച്ചു വരുന്നത്. ഈ ചിന്തകൾ ആവർത്തിച്ച് കടന്നു വരുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ വരും. ഉത്കണ്ഠ മറികടക്കാനായിട്ട് മറ്റെന്തെങ്കിലും ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികൾ ചെയ്യുകയും വേണം. ഇപ്പോൾ ഈ കുട്ടിക്ക് മുട്ടുസൂചി അകത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ടെൻഷൻ വരും. ഉടനെ പോയി ആ മുട്ടുസൂചികൾ എടുത്ത് എണ്ണാൻ തുടങ്ങും, എത്ര എണ്ണം ഉണ്ടെന്ന്. എന്നിട്ട് അമ്മയോട് ചോദിക്കും, അമ്മ ഈ മുട്ടുസൂചികൾ എത്ര എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ? ചിലപ്പോൾ കൃത്യമായിട്ട് എണ്ണമൊന്നും, മുട്ടുസൂചിയുടെ എണ്ണമൊന്നും അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വല്ലാത്ത വെപ്രാളമായി, പിന്നെയും അത് കൂടുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും തലച്ചോറിലെ ആ സെറട്ടോണിൻ്റെ അളവ് ചികിത്സയിലൂടെ ക്രമീകരിച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ. അതിന് വളരെ ഫലപ്രദമായ മരുന്നുകൾ നിലവിലുണ്ട്. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ആ കുട്ടിക്ക് അറിയാം, പക്ഷേ എന്നാലും ചെറിയൊരു സംശയം ബാക്കി വരികയാണ്. അത്തരത്തിലുള്ള ചിന്താവൈകല്യങ്ങൾ, ആ ചിന്താവൈകല്യങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊരു മനഃശാസ്ത്ര ചികിത്സയുണ്ട്. ഇത് രണ്ടും കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും ഈ OCD എന്ന അവസ്ഥ വളരെ പഴകിയ ശേഷമാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ 12 വയസ്സുള്ള കുട്ടിയാണ്, പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഈ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് ചികിത്സകളിലേക്കൊന്നും പോയിട്ടില്ല. കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുകയോ ചികിത്സ ചെയ്യുകയോ സംഭവിച്ചിട്ടില്ല. പലപ്പോഴും ഇതിലേറെ പഴകിയിട്ടാണ് ഇത്തരം അവസ്ഥകൾ ചികിത്സയ്ക്ക് വരുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്താൽ വളരെ വേഗം അത് ഭേദപ്പെടും. ചികിത്സ തുടങ്ങാൻ വൈകും തോറും കൂടുതൽ സമയം ഇത് ഭേദപ്പെടാൻ എടുക്കുമെന്ന് മാത്രം. അപ്പോൾ കൃത്യമായി മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും ഉപയോഗിച്ചാൽ ഇത്തരം അവസ്ഥകൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.